ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ചേമ്പിൻ്റെ ഈ ഒരു തണ്ടും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചാറും തോരനും എല്ലാം റെഡിയാക്കുന്നത്. ഈ ഒരു ഒറ്റ തണ്ട് മതി, ഈ തണ്ട് വരെ അല്ലേ. തണ്ട് കൊണ്ട് ചാറും ഇല കൊണ്ട് തോരനും വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യമേ ചാറ് കറി വെക്കാവേ. അതിൻ്റെ തണ്ട് ഇങ്ങോട്ട് ചീരച്ചേമ്പാണ് കേട്ടോ, ചൊറിയത്തൊന്നുമില്ല. ഇപ്പോൾ ചൊറിയുന്ന ചേമ്പാണേലും ഇങ്ങനെ ചാറ് വയ്ക്കാൻ ഈ തണ്ട് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചൊറിയത്തൊന്നുമില്ല. ഈ കറി വെച്ച് കഴിയുമ്പോഴേ അത് നമ്മൾ ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം അങ്ങോട്ട് വലിച്ച് കളഞ്ഞ് വെച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ചെറിയ ഒരു 1.5 ഇഞ്ച് നീട്ടത്തിലേക്ക് അരിഞ്ഞാൽ മതി കേട്ടോ. വണ്ണമുള്ളതാണെങ്കിൽ ഭാഗത്ത് 2ആയിട്ടോ 4ആയിട്ടോ മുറിച്ചേച്ച് അരിഞ്ഞെടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിലോട്ട് ഇട്ടേച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പുപൊടിയും ചേർത്ത്, ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ഇട്ടേക്കണേ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എപ്പോഴും പറയുന്നത് ചെറു തീയിലല്ല, ഇച്ചിരി തീ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. പെട്ടെന്ന് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേന് ഇത് വെന്തോളും. താളല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അന്നേരത്തേന് നമുക്ക് ഇതിൻ്റെ ഇല അരിഞ്ഞെടുക്കാവേ. ഇല നല്ല സൂപ്പർ സാധനം കേട്ടോ. ഇല ഇതുപോലെ കൂട്ടി പിടിച്ച് വെച്ച് ചെറുതായിട്ട് അങ്ങ് ചെരിച്ച് അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പോൾ ചെറുതായിട്ട് വരിക. പിന്നെ ലാസ്റ്റ് അല്ലാണ്ട് കൂട്ടി പിടിച്ചങ്ങ് അരിഞ്ഞാൽ മതി കേട്ടോ. അപ്പം ചെറുതായിട്ട് കിട്ടുക. അപ്പോഴത്തേന് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ അങ്ങ് വറ്റിയൊന്നും വരണ്ട കേട്ടോ. നമ്മുടെ മോര ഒഴിച്ചു കൊടുക്കുന്നേ, മോരടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ഏത് ചേമ്പിൻ്റെ താള് നമ്മൾ കഴിക്കുന്ന ചേമ്പിൻ്റെ താളുണ്ടല്ലോ, അതുകൊണ്ട് കറി വെച്ചാൽ നല്ല സൂപ്പർ കറിയാട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിന് കടുക് ചേർക്കണേ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് വെച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണം. ഇത്രേ ഉള്ളൂ. ഈ കറി സൂപ്പർ ടേസ്റ്റായി കറി കഴിക്കാൻ. നല്ല എന്നാ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ താളുണ്ടല്ലോ, ഇതിൻ്റെ പുളി ഉപ്പും എല്ലാം കൂടെ അങ്ങ് വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് തോരൻ വയ്ക്കാവേ. ഇനി അതിൻ്റെ ഇല അരിഞ്ഞെടുത്തതിൻ്റെ അകത്തോട്ട് ഒരു പകുതി സവാളയും പച്ചമുളകും ഇഞ്ചി ഉറപ്പായിട്ട് ഇടണം, ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് നമ്മൾ ഇതും കൂടി ഇട്ട് ഇളക്കി ഇത് ശരിക്കും പറയാം 2 മിനിറ്റ് ഇത് നമ്മൾ ചെറുതീയിൽ മൂടി വെച്ച് കുക്ക് ചെയ്യണേ. എന്നിട്ട് 1 മിനിറ്റോളം നമ്മൾ ഗ്യാസ് ഓഫാക്കി അത് മൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അന്നേരം നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാമല്ലോ. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ 2 മിനിറ്റ് നല്ലപോലെ ഈ മൂടലൊക്കെ മാറ്റി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഈ നല്ല തുരുതുരാന്ന് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇലയായതുകൊണ്ട് കട്ട പിടിക്കുവേ. ഇനിയിപ്പോൾ ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഇച്ചിരി കരിയാപ്പിലയും ഇട്ട് മൂടി വെച്ചേക്കണേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാറാകുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഉണക്കമീൻ വറുക്കാനുണ്ട്. ഉണക്കമീൻ്റെ അകത്തോട്ട് ഞാൻ മുളക് തിരുമ്മി വെച്ചേക്കുന്നതായിരുന്നേ. അപ്പോൾ അത് എണ്ണയൊക്കെ ഒഴിച്ച് ഒരു വശം ഒന്ന് ഏകദേശം ആകുമ്പോൾ ഇച്ചിരി വലിപ്പത്തിൽ വട്ടത്തിലരിഞ്ഞ സവാള ഇട്ടേക്കുന്നത്. ഈ സവാള ഇവിടെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ട് മൂടി വെച്ച് ഉണക്കമീനല്ലേ പെട്ടെന്നായി വരും കേട്ടോ. ഒരുപാട് നേരമൊന്നും ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ. പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. എല്ലാവരും ഉണ്ടാക്കുന്ന കറികളൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് രാവിലെ വെച്ച വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയും കടലക്കറിയൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കറികൾ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാവേ.